നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPMന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഓഫീസർമാരാണെന്ന് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മുക്രീകത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് CPMന്റെ തൊഴിലാളി സംഘടന നടത്തിയ പരിപാടിയിലേക്ക് 18 വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ പണിക്കിറങ്ങാൻ അനുവദിക്കാതെ തൊഴിലുറപ്പ് ഓഫീസർമാർ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPMും പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും BJP മെമ്പർമാർ ആരോപിച്ചു. 16 ആളുകളോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊട്ടപ്പുറത്തുള്ള മുക്രീകത്ത് ഓഡിറ്റോറിയത്തിലെ CPMന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ആ സംഘടനയുടെ മീറ്റിങ്ങിന് വേണ്ടി, അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരും അതുപോലെ സ്ഥിരപ്പെടുത്തിയ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ 18 വാർഡിലെയും തൊഴിലാളികളെ ആ പാർട്ടി പരിപാടികൾക്ക് നേരിട്ട് മേറ്റുമാർക്ക് നിർദ്ദേശം കൊടുത്ത് ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. പരാതി കൊടുത്തു, ഞങ്ങൾ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, ഭരണസമിതിക്ക് പരാതി കൊടുത്തപ്പോൾ അവരതിൻ്റെ ന്യായീകരണമായിട്ടാണ് വന്നത്. നടപടികൾ ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. ഏകദേശം 1000 തൊഴിലാളികൾ ആക്റ്റീവ് പണിക്കാരുള്ള ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ വെറും 26 പേർക്ക് മാത്രമേ 100 പണി നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഏകദേശം 1000-ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ 216 ആൾക്ക് മാത്രമേ 100 പണി കൊടുത്തിട്ടുള്ളൂ. ആ 100 പണി പോലും കൊടുക്കാൻ പറ്റാത്ത ഈ പഞ്ചായത്ത് സംവിധാനത്തിന്, ഈ സർക്കാർ സംവിധാനവും ഈ തൊഴിലുറപ്പ് ഓഫീസും പറയുന്നത് 200 പണിക്ക് വേണ്ടി സമരം ചെയ്യണമെന്നാണ് ഇന്നവിടെ പറഞ്ഞത്. MLA ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തെളിവ് സഹിതമുള്ളതാണ്. ഇതിനു പുറമെയാണ് ക്രമക്കേടുകളും നിയമലംഘനങ്ങളും നടത്തുന്നത്. പരാതി നൽകിയിട്ടും ഭരണസമിതിയും സെക്രട്ടറിയും നടപടി സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിലാഷ്, ധനീഷ് എന്നിവർ അറിയിച്ചു. തൊഴിലുറപ്പുകാർക്ക് പണി കൊടുക്കാത്ത പ്രശ്നങ്ങളാണെങ്കിലും മുൻ വർഷങ്ങളിൽ കൊടുത്ത പരാതികൾ ഉൾപ്പെടെ തെളിവുണ്ടായിട്ട് പോലും അതിനൊന്നും നടപടിയെടുക്കാതെ ഓരോ ദിവസവും തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവരെ ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ CPMകാരെയും ഈ പഞ്ചായത്തിൽ കയറി വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഓഫീസുകളിൽ കയറി വന്ന് പ്രവർത്തിക്കുന്ന പുറത്തുള്ള CPM പ്രവർത്തകരുണ്ട്. ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ തിളക്കമാർന്ന നേട്ടം കൈവരിക്കുന്നതിന് പരിശ്രമിച്ചവരെ ഗുരുവായൂർ നഗരസഭ ആദരിച്ചു. നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന സ്നേഹാദര സംഗമം ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാക്ഷരതാ പ്രേരകന്മാർ, ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് അനുമോദന പത്രം നൽകി. MBBSന് അഡ്മിഷൻ ലഭിച്ച ശുചീകരണ വിഭാഗം തൊഴിലാളി സുനിതയുടെ മകൾ അപർണയെ മൊമന്റോ നൽകി അനുമോദിച്ചു. ജോലിക്കിടയിൽ റോഡിൽ നിന്നു ലഭിച്ച പണമടങ്ങിയ ബാഗ് അധികൃതരെ ഏൽപ്പിച്ച നഗരസഭ സാനിറ്റേഷൻ വർക്കർ സിന്ധു ജയനെ പൊന്നാട അണിയിച്ചു. വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം കാര്യസമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, AS മനോജ്, ശൈലജ സുധൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ അശോക് കുമാർ നന്ദിയും പറഞ്ഞു. ദേശീയതലത്തിൽ 82ാം റാങ്കാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിശ്വംഭരൻ കടവല്ലൂർ അധ്യക്ഷത വഹിച്ചു. സ്വപ്ന രാമചന്ദ്രൻ, സത്താർ ആദൂർ, മഹേഷ് തിപ്പിലശ്ശേരി, സുനീഷ് PS, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, നിഷാദ് എരുമപ്പെട്ടി, ഷർഫുദ്ദീൻ, യേശുദാസ് PP തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കുന്നംകുളം ഉപജില്ലയുടെ പ്രവർത്തന ഉദ്ഘാടനവും സെമിനാറും ബദനി സെന്റ് ജോൺസ് സ്കൂളിൽ വെച്ച് നടന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബിജു C. ബേബി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം AEO A. മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഗിന്നസ് സത്താർ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രശസ്ത മോട്ടിവേറ്ററും സാഹിത്യ ചിന്തകനും അധ്യാപകനുമായ G. ബിനോജ് മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടന്നു. കുന്നംകുളം HM ഫോറം കൺവീനർ PC റെജിമോൻ, BRC ചോവനൂർ BPC അനീഷ് ലോറൻസ്, ബദനി സെന്റ് ജോൺസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ്, കുന്നംകുളം ഉപജില്ലാ വിദ്യാരംഗം കൺവീനർ KH റെജീന, ജില്ലാ പ്രതിനിധി VJ പ്രിയ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ടു കൂട്ടായ്മയുടെ ചിങ്ങ മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി
ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 17 ചിങ്ങം 1-നാണ് ചിങ്ങ മഹോത്സവം. അന്ന് വൈകിട്ട് 3-ന് ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രമാണിത്വത്തിൽ 251 വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന മഞ്ജുളാൽത്തറ മേളം അരങ്ങേറും. ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരം പനമണ്ണ മനോഹരന് സമ്മാനിക്കും. രാധാകൃഷ്ണ വേഷധാരികളുടെ ഘോഷയാത്ര, ഐശ്വര്യ വിളക്ക് സമർപ്പണം എന്നിവ നടക്കും. രവി ചങ്കത്ത്, KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ശ്രീധരൻ മാമ്പുഴ, ഡോക്ടർ സോമസുന്ദരൻ, നിർമ്മല നായ്ക്കത്ത്, രാധാ ശിവരാമൻ, സരള മുള്ളത്ത്, ഗുരുവായൂർ ജയപ്രകാശ്, മുരളി അകമ്പടി, വി ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനയാത്ര സംഘടിപ്പിച്ചു. ചിറ്റിശ്ശേരിയിലെ ടൈൽസ് ഫാക്ടറി, കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ്, ചിമ്മിനി ഡാം എന്നിവയാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത്. ടൈൽസ് ഫാക്ടറിയുടെയും കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റിന്റെയും പ്രവർത്തനങ്ങൾ കുട്ടികൾ കൗതുകത്തോടെ മനസ്സിലാക്കി. അധ്യാപകരായ ലിജി, സുവർണ, ഗ്രീഷ്മ, ബേബി സുമ, സിന്ധു, രാഹുൽ, SMC അംഗം ബെന്നി എന്നിവരാണ് പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ചാവക്കാട് നഗരസഭയുടെ ഭരണം അഴിമതി നിറഞ്ഞതെന്ന് ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. CA ഗോപപ്രതാപൻ, K നവാസ്, KV സത്താർ, ബീന രവിശങ്കർ, KH ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ കോഓപ്പറേറ്റീവ് ആരംഭ ബാങ്കിലെ ചെയർമാനെ മാറ്റാനും അതുപോലെ ആരെയൊക്കെ നടപടി എടുക്കേണ്ടത് നോക്കാനും അവിടെ 15 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്. അത് ഞങ്ങൾ നോക്കിക്കോളാം. അതിന് നിങ്ങൾ വല്ലാണ്ട് വേവലാതി കൊള്ളണ്ട. കുറെ കാലമായി നിങ്ങൾ ആരംഭ ബാങ്ക് കണ്ടിട്ട് പണിക്കണം. അതൊന്നും വേണ്ട. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചാവക്കാട് നഗരസഭയുടെ ഭരണം അടുത്ത തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ എത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐക്യുമെനിക്കൽ സംഘടന PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ കുടുംബസംഗമം ആഗസ്റ്റ് 15-ന് വൈകിട്ട് 5 മണിക്ക് കുന്നംകുളം കൊള്ളന്നൂർ ഓഡിറ്റോറിയത്തിൽ നടക്കും. ആർത്താറ്റ് മാർത്തോമ പള്ളി വികാരി റവറൻ കോശി കുര്യൻ ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർ ജോയ് P കോട്ടൂർ തിരുവനന്തപുരം പ്രസംഗിക്കും. PPC മിഷൻ ട്രഷറർ ബാബു മാസ്റ്റർ അധ്യക്ഷനാകും. ജനറൽ സെക്രട്ടറി ഷാജു K ജോസ് നേതൃത്വം നൽകും. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.